ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നോൺ വെജ് റെസിപ്പി കൂടിയാണ്. ഇതാണ് ഖാത്തി റോൾ, കൊൽക്കട്ട റോൾ എന്നൊക്കെ പറയും ഇതിന്. ഇത് പൊറോട്ടയിൽ നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട്, ബോൺലെസ് ആയിട്ട് എടുത്തതാണ്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് എന്തൊക്കെ ചേർക്കണം എന്ന് നോക്കാം. ആദ്യമായിട്ട് 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്, കാശ്മീരി ചില്ലിയാണ്. അതിനുശേഷം ഗരം മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. 1 ടേബിൾ സ്പൂൺ കട്ട തൈര്. എനിക്ക് ഈ കട്ട തൈര് കിട്ടിയിട്ടില്ലായിരുന്നു. കട്ട തൈര് തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാം. 1 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്താൽ നന്നാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത സൈഡ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് കാരണം ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ ഒരു സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. 1 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 തവണ ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഹാഫ് കുക്ക്ഡ് പൊറോട്ടയാണ്. നമുക്കൊന്ന് കുക്ക്ഡ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് പൊറോട്ട ഒന്ന് മൊരിച്ചെടുക്കുവാണ് 2 സൈഡും. ഇത് ഞാൻ മേടിച്ച പൊറോട്ടയാണ്. ഇനി അടുത്തായി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് എന്തൊക്കെ വേണം നോക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം എണ്ണയിലേക്ക് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേ എണ്ണയാകുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അതിനുശേഷം ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ്. 2 മീഡിയം സൈസ് സവാള, 1/2 ക്യാപ്സിക്കം ഒക്കെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തൊക്കെയാണ് ഇതിലേക്ക്. ഒരുപാട് വാടി പോവാതെ ശ്രദ്ധിക്കണം. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ചാട്ട് മസാല 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ചാട്ട് മസാലയാണ് ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുളക് പൊടി കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതുകൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് നാരങ്ങ നീരാണ്. ഒരു പകുതി നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ മുട്ട പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തത് 4 മുട്ടയാണ്. 5 പൊറോട്ടയാണ് നമ്മൾ ഫില്ലിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട പൊരിക്കാനായി വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊറോട്ട ഒരു സൈഡ് വേവുമ്പോഴേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. മുട്ട പൊരിക്കുന്നതിലൊന്നും ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഉപ്പല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല.
അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫില്ലിങ് ഫില്ല് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളുടെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു റോളാണ്. ഒരു സമയത്ത് ഒന്ന് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറൊന്നും ആ സമയത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ചാട്ട് മസാല കൂടി, ഒരു പിഞ്ച് ചാട്ട് മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റോ ആയിട്ടുള്ള ഒനിയൻ കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബട്ടർ പേപ്പറിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പൊറോട്ടയും ചിക്കനും ആ എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മലബാർ മേഖലയിലൊക്കെ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് ഒരു 4 മണിക്കൊക്കെ നമുക്ക് ഇവിടെയുള്ള കടകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ 5 എണ്ണം ചെയ്തിട്ടുണ്ട്. 5 എണ്ണത്തിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മയോണൈസൊക്കെ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഓക്കെ, ബൈ.